നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല നിയോജക മണ്ഡലത്തിലൂടെയും കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലൂടെയും കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലും വ്യാവസായിക പാരമ്പര്യത്തിലും തനതായ ഇടം നേടിയ കായലും കടലും കൈകോർക്കുന്ന സുന്ദര ഭൂമിയായ ചേർത്തല നിയോജക മണ്ഡലത്തിലൂടെയാണ്. ആലപ്പുഴ ജില്ലയുടെ വ്യവസായ വാണിജ്യ കാർഷിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള ലോക പ്രശസ്തമായ വേമ്പനാട് കായലിന്റെ തീരവും അറബിക്കടലിലെ സാമീപ്യവും ചേർന്ന ഈ മണ്ഡലം കയർ വ്യവസായത്തിന്റെ ഇറ്റിലം എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ചരിത്രമുറങ്ങുന്ന വയലാറും ടൂറിസം സാധ്യതകൾക്കുള്ള തണ്ണീർമുഖവും മത്സ്യബന്ധന ഗ്രാമങ്ങളും കാർഷിക മേഖലകളും എല്ലാം ചേർന്ന ഈ വൈവിധ്യമാർന്ന ഭൂപ്രദേശത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കിയത്. ഒരു നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ, പാലങ്ങൾ, 24 മണിക്കൂറും ശുദ്ധജലം, മികച്ച ആരോഗ്യ പരിരക്ഷ, നിലവാരമുള്ള വിദ്യാഭ്യാസം, തടസ്സമില്ലാത്ത വൈദ്യുതി തുടങ്ങിയവയിലെല്ലാം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഉണ്ടായത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണാം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും വലിയ കുതിച്ചുചാട്ടം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ കുതിച്ചുചാട്ടത്തിന് കളം ഒരുങ്ങിയത് കിഫ്ബി യാഥാർത്ഥ്യമായതോടു കൂടിയിട്ടാണ്. കിഫ്ബിയിലൂടെ പണം ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നത്. ചേർത്തലയിലെ ഏറ്റവും സുപ്രധാനമായ വികസന പദ്ധതികളിലൊന്നാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസനം എന്നുള്ളത്. 84 കോടി രൂപ മുതൽ മുടക്കിലാണ് അതിമനോഹരമായ ആശുപത്രി സമുച്ചയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങുകയാണ്. പൂർണ്ണ സജ്ജമാകുമ്പോഴാണ് 84 കോടി രൂപയുടെ ചെലവിലേക്ക് എത്തുന്നത്. ആ 84 കോടി രൂപയും കിഫ്ബിയിലൂടെയാണ് സമാഹരിക്കാനായത് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ആരോഗ്യവകുപ്പിന് ഓരോ കാലത്തും അനുവദിക്കുന്ന ബജറ്റ് തുക വെച്ചിട്ട് ഇത്രയും ആശുപത്രികൾ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല, ഒരു സൗകര്യം എത്തിക്കാൻ കഴിയുകയില്ല. ഒരു 25-50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആ തരത്തിലേക്ക് നീങ്ങുക എന്നുള്ളതായിരുന്നു കണ്ടതെല്ലാം. അല്ലെങ്കിൽ ഇതെല്ലാം 50 കൊല്ലം കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളായി മാത്രം അവശേഷിക്കുമായിരുന്നു, മാറിത്തീരുമായിരുന്നു. നമുക്ക് കിട്ടുന്ന പണത്തിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് മാത്രം നടപ്പിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ തന്നെ നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് ഏതാണ്ട് 84 കോടി രൂപ മുടക്കിയാണ് അത്തരൊരു കാര്യത്തിൽ വന്നിരിക്കുന്നതെല്ലാം. എല്ലാ സൗകര്യവും ഉണ്ടാവും. ഇവിടെ നിരവധിയായ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ഡയാലിസിസ് യൂണിറ്റുകളുണ്ടാവും, ട്രോമാ കെയറിൻ്റെ സംവിധാനം ഉണ്ടാവും, കാഷ്വാലിറ്റി ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും, രോഗികൾക്ക് കിടക്കുന്നതിനും അവരെ മറ്റ് പരിചരണങ്ങൾക്കും എല്ലാമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും. ഇതെല്ലാം തരത്തിൽ എല്ലാ അർത്ഥത്തിലും ആധുനിക സംവിധാനങ്ങളും ആധുനിക യന്ത്ര ഉപകരണങ്ങളും അവിടെ ഉണ്ടാവുന്ന തരത്തിലായിരിക്കും ആ ആശുപത്രി പ്രവർത്തനം സജ്ജമാവുക. കിഫ്ബിയിലൂടെ ചേർത്തലയുടെ ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്നത് കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ആശുപത്രിയുടെ സേവനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ചികിത്സാരീതിയിൽ ഒരുപാട് പുതുമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണിതെല്ലാം. ആ ആധുനിക ചികിത്സാരീതികൾ ഏറെക്കുറെയെല്ലാം നമുക്കിവിടെ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ചേർത്തലയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള ഇടത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും സുപ്രധാനമായ പ്രതിസന്ധി
ഏറ്റവും വലിയ പ്രശ്നം തീരത്തെ ജനങ്ങളുടെ കണ്ണീരിൻ്റെ പ്രശ്നമായിരുന്നു. കടൽ കരുതുള്ളുമ്പോൾ അവർ കരളു പറയുന്ന നൊമ്പരത്തോടു കൂടി സ്വന്തം വീട് തകർന്നു പോകുന്നതുൾപ്പെടെ കണ്ടിരിക്കുന്ന ഗതികേടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം ആയിരുന്നില്ല. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കോടികളാണ് അവിടെയും അനിവാര്യമായി വന്നത്. അങ്ങിങ്ങായി കുറച്ച് കല്ലിട്ട് കടലിനെ പ്രതിരോധിക്കാൻ നോക്കുന്നതൊക്കെ പഴയ രീതിയാണ്. കടൽ കരുതുള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പഴയ പോലെയും അല്ല. കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമായി കടൽ പ്രക്ഷുബ്ധമായി കരയിലേക്ക് ഇരച്ച് കയറുമ്പോൾ കടലെടുക്കുന്നത് അവിടുത്തെ ജീവിതങ്ങളെ കൂടിയിട്ടാണ്. അവിടുത്തെ വീടുകൾ മുഴുവൻ കടലെടുക്കുന്ന അവസ്ഥയിലേക്കുണ്ടായി. ഈ വേദന കണ്ട ഒരാളാണ് ഞാൻ. എങ്ങനെ പരിഹാരം എന്നതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എനിക്കും മുട്ടി വിളിക്കാനുണ്ടായിരുന്നത് കിഫ്ബിയിൽ തന്നെയായിരുന്നു. കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് 23,60,00,000 രൂപയ്ക്ക് ഒറ്റമശ്ശേരി തീരത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കുന്ന ടെട്രാപോഡുകൾ വിരിച്ച കടൽ തീരം സംജാതമാകുന്നത്. അതൊരു വലിയ ആശ്വാസമാണ് ആ തീരത്തെ ജനതയ്ക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. അത് സംഭാവന ചെയ്തതിലും കിഫ്ബി തന്നെയാണ് പങ്കുവഹിച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെയാണ് ഈ തരത്തിൽ ഒരാശ്വാസം തീരത്തിൻ്റെ ജനതയ്ക്കുണ്ടായത്. തോടുകളുടെയും പാലങ്ങളുടെയും കാര്യത്തിൽ സമ്പന്നമാണ് ചേർത്തല. എണ്ണം പറഞ്ഞ പാലങ്ങൾ, തോടുകൾ കരപ്പുറത്തിൻ്റെ ചേർത്തലയുടെ സവിശേഷതയാർന്ന പ്രത്യേകതയാണ്. ആ പാലങ്ങളൊക്കെ കാലപ്പഴക്കത്താൽ പ്രതിസന്ധിയിലായിരുന്നു. ആ പാലങ്ങളൊക്കെ നവീകരിക്കുന്നതിന് ആവശ്യമായ ധനം സമാഹരിച്ചതും കിഫ്ബി വഴിയാണ്. സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. സെൻറ്റ് മേരീസ് പാലം ഇന്ന് യാഥാർത്ഥ്യമായി നല്ല രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം എന്നുള്ളത് ചേർത്തലയെയും അരൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായൊരു പാതയിലെ ഏറ്റവും പ്രമുഖമായ പാലമാണ്. പാലങ്ങളാണ് എന്ന് വേണമെങ്കിലും പറയാം. അത് എത്രയോ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു. ഒരിക്കലും പൂവണിയുകയില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു ആവശ്യത്തിനും ആഗ്രഹത്തിനും പൂവണിഞ്ഞിരിക്കുന്നു. പാലം യാഥാർത്ഥ്യമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു. നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾ, ഗേൾസ് ഹൈസ്കൂളിന് 6 കോടി അടക്കമുള്ള കെട്ടിടങ്ങളുടെ കഥ ഇനി പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ, സർക്കാർ സ്കൂളാണെങ്കിൽ ബജറ്റ് വിഹിതത്തിൻ്റെ ഭാഗമായി എത്തിയാൽ അടുത്ത കാലത്തൊന്നും ഒരു 1/4 നൂറ്റാണ്ടിനിടയിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം അവിടെ നടക്കുമായിരുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ പിന്നെ അപ്പോൾ പഠിച്ചാൽ മതി എന്നാണോ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ 25 വർഷം കഴിയുമ്പോഴേക്കും അവർ മുതിർന്നവരായി മാറുകയും ചെയ്യും. ഇപ്പോഴാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാവേണ്ടത്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള നല്ല കെട്ടിടങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. നാളത്തേക്ക് കടം പറയാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ കടം പറയാണ്ട് ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞു. നിരവധിയായ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളുണ്ടായി. പുതിയ പാലങ്ങൾക്കും റോഡുകൾക്കും പണം ലഭ്യമാകുന്ന തരത്തിലേക്കെത്തി. ആവശ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ ഏറെയായിരുന്നു. വയലാർ കവല മുതൽ ഇൻഫോ പാർക്ക് വരെ നീളുന്ന വലിയ റോഡും പാലവും എന്നുള്ളത് ഇനി നടക്കില്ല എന്ന് വിധി എഴുതിയിരുന്നതാണ്. 94 കോടി രൂപയുടെ ആ പദ്ധതിക്ക് ഭരണാനുമതി 2 ആഴ്ചയ്ക്ക് മുമ്പ് ലഭിച്ചു എന്നുള്ളതിൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷത്തിലാണ് ഞാനുമുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡിനും ആ പാലത്തിനും പുതിയ ജീവൻ കൈവന്നിരിക്കുന്നത്. ഇതെല്ലാം ആധുനിക സംവിധാനത്തോടെ BMBC റോഡുകൾ, ഉന്നതമായ ഗുണനിലവാരമുള്ള പാലങ്ങളും മറ്റുമൊക്കെയായി വരുമ്പോഴേക്കും ചേർത്തലയുടെ മുഖച്ഛായ മാറുകയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് കിഫ്ബി ഇതേപോലെ ഇതിനേക്കാൾ കരുത്തോടെ നിലയുറപ്പിച്ചേ മതിയാവുകയുള്ളൂ. കിഫ്ബിക്ക് മേൽ ആക്ഷേപങ്ങൾ ചൊരിയുന്നവരുണ്ട്. കിഫ്ബി മോശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോ നാട്ടിലും വികസനത്തിൻ്റെ ഈ ഗതിവേഗത്തെ ദൃശ്യമാക്കിയത് അദൃശ്യ കരങ്ങളല്ല, കിഫ്ബിയുടെ കരങ്ങൾ തന്നെയാണ്. കിഫ്ബി ഇതേപോലെ നിലനിന്നെങ്കിൽ മാത്രമേ ഇനിയും വേഗത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 50 കൊല്ലം അപ്പുറത്തേക്ക് കാത്തിരിക്കണം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും. അതുണ്ടാവാതിരിക്കാൻ കിഫ്ബി നമ്മളോടൊപ്പം, നമ്മളോട് ചേർന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചേർത്തലയിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും പറയാൻ ഏറെയാണ് കിഫ്ബിയുടെ വികസന കാര്യങ്ങൾ. ഇനിയും നടത്താനും കുറേയുണ്ട്. അതെല്ലാം കിഫ്ബിയിലൂടെ
നടക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞാനുമുള്ളത്. എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കോഴിക്കോട് ജില്ലയിലെ മലയോര സൗന്ദര്യവും കാർഷിക പാരമ്പര്യവും ഒത്തുചേർന്ന പ്രകൃതി രമണീയമായ പെരുവണ്ണാമൂഴി അണക്കെട്ടും ജാനകിക്കാടും സ്ഥിതി ചെയ്യുന്ന പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലൂടെയാണ്. മണ്ഡലത്തിലെ ഗതാഗത രംഗത്ത് പ്രത്യേകിച്ച് പേരാമ്പ്ര ടൗണിലെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്ന ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആരോഗ്യ വിദ്യാഭ്യാസ കായിക രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ, കാർഷിക ജലസേചന മേഖലകളിലെ പുതുസംരംഭങ്ങൾ, ഇങ്ങനെ സമഗ്രമായ ഒരു വികസന കാഴ്ചയാണ് പേരാമ്പ്രയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരുക്കിയത്. സംസ്ഥാന സർക്കാരും കിഫ്ബി എന്ന വികസനത്തിന്റെ ചാലക ശക്തിയും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് വഴി ഏകദേശം 600-ൽ പരം കോടി രൂപയുടെ പദ്ധതികൾ 2016 ശേഷം ഈ 2024 വരെയുള്ള കാലങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ഈ പദ്ധതികളിൽ 10 പദ്ധതികൾ പ്രവൃത്തി പൂർത്തീകരിക്കുകയോ കമ്മീഷൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി പദ്ധതികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കിഫ്ബിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രവൃത്തിയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പ്രവൃത്തിയുടെ ലൈഫ് ദീർഘകാലമായി ലഭ്യമാക്കുന്നതിനും സഹായകരമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതത്വത്തിന് വളരെ സഹായകരമാവുകയാണ്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലങ്ങളിൽ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും പ്രവൃത്തികളിലാണ് കിഫ്ബി ഫണ്ട് പ്രധാനമായും ലഭ്യമായിട്ടുള്ളത്. കാർഷിക മേഖലയിലെ വികസനത്തിന് അടിസ്ഥാനമായ നിലപാടും കിഫ്ബി ഫണ്ട് വഴി വിനിയോഗിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ഉണർവും ആവേശവും ഉണ്ടാക്കാൻ കിഫ്ബിയുടെ ഫണ്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. 600 കോടിയിൽ പരം അനുവദിക്കപ്പെട്ട തുകയിൽ ഏകദേശം 200 കോടിയോളം രൂപയുടെ പ്രവൃത്തി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചില പദ്ധതികൾക്ക് വർക്ക് ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. കിഫ്ബിയുടെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് വേഗതയിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക നിലയിലുള്ള നടപടികൾ ഇക്കാലമത്രയുമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവിഷ്കരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ പ്രധാനമായും ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഇങ്ങനെയൊരു ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ 2016 ശേഷമാണ്. ഇത് ശരിയായ നിലയിൽ ഉപയോഗിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. പുതിയ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
ഇതിൻ്റെ വരുമാന സ്രോതസ്സും ഉറപ്പുവരുത്തുന്നതിനുള്ള നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. കള്ളപ്രചാര വേലകളെയും കിഫ്ബിയെ ആക്ഷേപിക്കുന്ന നിലപാടുകളെയും തിരസ്കരിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധ പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നൽകുകയാണ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരുന്നാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കേരളത്തിൻ്റെ ഭാവിക്ക് കൂടുതൽ സുരക്ഷിതത്വമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കണ്ണൂരിൻ്റെ തീരദേശ മനോഹാരിതയും തനത് സാംസ്കാരിക പെരുമയും ലയിച്ചു ചേർന്ന വളപട്ടണം പുഴയുടെ ഓളങ്ങളെ തഴുകുന്ന അഴീക്കോട് നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഈ തീരദേശ നിയമസഭാ മണ്ഡലം ഇന്ന് വികസനത്തിൻ്റെ പുതിയ തീരങ്ങളിലാണ്. കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും അഴീക്കോടിൻ്റെ ഈ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തേക്കുന്നു. അഴീക്കോട് പോലുള്ള തീരദേശ മണ്ഡലത്തിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. മത്സ്യബന്ധന മേഖലയുടെയും ടൂറിസത്തിൻ്റെയും പ്രാദേശിക വാണിജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് മികച്ച റോഡ് ശൃംഖല അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിൽ അഴീക്കോട് മണ്ഡലത്തിന് നിർണായക പങ്കാണുള്ളത്. ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും മികച്ച ആരോഗ്യ സംവിധാനം ഏർപ്പെടുത്തുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തുന്നു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കാണാം. കേരളത്തിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസന മേഖലയിലെ വലിയ കുതിച്ചുചാട്ടമാണ് കിഫ്ബി രൂപീകരണത്തോടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. നമ്മുടെ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെ അടിസ്ഥാന റോഡ് വികസനത്തിലൊക്കെ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ ഒരു 25 വർഷക്കാലം അഡ്വാൻസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് കിഫ്ബി എന്നത്. തീർച്ചയായിട്ടും കിഫ്ബി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വികസന പദ്ധതികൾ ആധുനിക കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വലിയ മുതൽക്കൂട്ടായി മാറുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.